ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ എന്ത് ഫയർ ആയിരുന്നല്ലേ. വീണ്ടും എടുത്തിരുന്ന് റീവാച്ച് ചെയ്തപ്പോഴാണ് ആ ഒരു കിഡിലൻ ഏവിയേറ്റർ കണ്ണാടിയും ഡിസൈനർ ഷർട്ടും ഇട്ട് വന്നു നിന്നിട്ട് ലാലേട്ടൻ എമ്മാതിരി പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചത്. ഒരു രക്ഷയില്ലായിരുന്നു. ലാലേട്ടൻ ഒരു സ്ഥലത്ത് പോലും വളരെ കടന്ന രീതിയിലൊന്നും മോശമായിട്ടൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയേണ്ടവരോട് എല്ലാവരോടും തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് ആര്യനോടും ജിസേലിനോടും അഭിലാഷ്, പിന്നെ ഒനീല്, അക്ബർ, ഇവരെ എല്ലാവരെയും ബോധിപ്പിച്ചു കൊടുത്തു. കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ബോധിപ്പിച്ചു കൊടുത്തു. പ്രേക്ഷകരോടായിട്ട് ലാലേട്ടൻ മാപ്പ് പറയുന്നുണ്ട്. എന്റെ ഭാഷയിൽ ഞാൻ പ്രേക്ഷകരോട് മാപ്പ് പറയുന്നു, കാരണം ഞങ്ങളല്ലേ ഇവരെ ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത് എന്ന്. ലാലേട്ടനെ പോലെ ഒരു വലിയ മനുഷ്യൻ, അത്രയും വലിയൊരു ലെജൻഡ്, ഒരു കൂട്ടം മര്യാദ ഇല്ലാത്തവർക്ക് വേണ്ടി, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി പ്രേക്ഷകരോടായിട്ട് മാപ്പ് പറയുന്നു. 24/7 ലൈവ് കാണുന്നവർക്ക് അവസ്ഥ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഇന്നലത്തെ എപ്പിസോഡിലെ താരം ലാലേട്ടൻ തന്നെയായിരുന്നു. സ്പോട്ട്ലൈറ്റ് ഒരു നിമിഷം പോലും ലാലേട്ടൻ വേറൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. പൊരിക്കേണ്ട ആളുകളെ നല്ലപോലെ പൊരിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കി കൊടുത്തും ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡ് തകർത്ത് വാരി. പിന്നെ ലാലേട്ടൻ ഒരു രീതിയിലും പ്രേക്ഷകരോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളി പ്രേക്ഷകർ ലാലേട്ടനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം അത്രയധികം സംഭാവനകളാണ് ഇന്ത്യൻ സിനിമയ്ക്കായിട്ട് ലാലേട്ടൻ നൽകിയിട്ടുള്ളത് ഈ ഒരു 10-45 വർഷത്തെ കരിയറിൽ. ലാലേട്ടൻ എപ്പോൾ ഇതേപോലെ പ്രേക്ഷകരോട് മാപ്പ് പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അത്രയും വലിയൊരു ലെജൻഡിനോട് നമ്മൾ മലയാളി പ്രേക്ഷകരാണ് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ കണ്ടസ്റ്റൻസ് ചെയ്ത് തെറ്റിന് ലാലേട്ടൻ മാപ്പ് പറയേണ്ട ഒരാവശ്യവും ഇല്ല. അത് കണ്ടസ്റ്റൻസ് തന്നെയാണ് മാപ്പ് പറയേണ്ടത്. അക്ബർ മാത്രമാണ് അവിടെ മാപ്പ് പറയുന്നതായിട്ട് ഞാൻ കണ്ടത്. ഒനീലോ അഭിലാഷോ ഈ പറയുന്ന ആരും തന്നെ, ആര്യനെ ഒന്നും അവിടെ ഒരു സോറി പറയുന്നതായിട്ട് ഒന്നും ഞാൻ കണ്ടില്ല. ശരി പറയുന്ന കേസൊന്നും ആര്യൻ ഒരു സോറിയോ ഒരു മനസാക്ഷിക്കത്തോ ഒന്നുമില്ല പുള്ളിക്ക്. അപ്പൊ ദേഷ്യം വരുമ്പോഴാണേലും എന്ത് വരുമ്പോഴാണേലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയേറെ തെറ്റ് തന്നെയാണ്. അപ്പൊ അവരൊരു സോറി പറയേണ്ട ഒരു മര്യാദ പോലും അക്ബർ അല്ലാതെ വേറെ ആരും അവിടെ കാണിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ലാലേട്ടനാണ് പ്രേക്ഷകരോട് സോറി പറഞ്ഞത്. അപ്പൊ അത് പറയുന്നത് കേട്ടിട്ടെങ്കിലും എല്ലാവർക്കും സോറി പറയാമായിരുന്നു. ഓക്കെ, അതെല്ലാവരും ഓരോ മര്യാദയാണ്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.